ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫീസ് മാജിക് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുൾമിയപ്പ് ഡോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പേ ചെയ്ത കേക്കായിരുന്നു, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു കേക്ക് സാധാരണ ഡോൾ കേക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡോളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡെക്കറേഷൻ വരുന്നത് ഗ്ലിറ്റർ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ്. പുൾമിയപ്പ് കേക്കാണ്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പോഞ്ച് വരുന്നത് മാംഗോ കേക്കാണ്. അപ്പോൾ മാംഗോ കേക്കിൻ്റെ ഫുൾ റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഈ ഒരു പുൾമിയപ്പ് ഡോൾ കേക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണ സംഭവിക്കാവുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ചെറുതായിട്ട് എനിക്കും പറ്റി, പക്ഷേ എനിക്കത് വളരെ എളുപ്പത്തിൽ അത് മേക്കപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ട്രിക്കും ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേക്കിംഗ് പാൻ റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ഡോൾ കേക്കിൻ്റെ മോൾഡിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമുക്ക് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ സൈഡ്സിലൊക്കെ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സൈഡ്സിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല, അടിയിൽ മാത്രമാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് സൈഡ്സിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ എക്സസ് ആയിട്ടുള്ള മൈദയൊക്കെ തട്ടിക്കളയാം. അതിനുശേഷം അടിയിൽ ചെറിയൊരു ബട്ടർ പേപ്പറും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ സോൾട്ട്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വിസ്ക് കൊണ്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതിനെ ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്സ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 3 എഗ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3/4 കപ്പ് ഫ്ലോർ എടുക്കുന്ന സമയത്ത് 3 എഗ്സ് മതിയാവും കേട്ടോ. അപ്പോൾ 3 എഗ്സ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല, വെള്ളം തീരെ ഉണ്ടാവരുത്. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ഒരു 3/4 ടീസ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ പഞ്ചസാര ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്സിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പഞ്ചസാര എടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതാണ് 3/4 കപ്പ് വരുന്നത്. അപ്പോൾ ഫ്ലോറും പഞ്ചസാര പൊടിച്ചതും ഈക്വൽ എമൗണ്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര പൊടിച്ചത് എഗ്സ് ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചത് പൗഡേർഡ് ഷുഗർ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് എഗ്സിനെ നന്നായിട്ട് നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എഗ്സ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മളെ കേക്ക് നമുക്ക് ഹൈറ്റിൽ നല്ല കേക്കായിട്ട് കിട്ടുക. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറി നല്ല ഒരു വൈറ്റ് കളറിലേക്ക് എത്തി ഈ ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമുക്കിതിനെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാംഗോ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മാംഗോ എസൻസ് ഒരു 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ മാംഗോ എമൽഷൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ആഡ് ചെയ്യുന്നത്. എമൽഷൻ എന്ന് പറയുമ്പോൾ കളറ് പ്ലസ് ഫ്ലേവർ വരും. അപ്പോൾ അതും ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന എമൽഷനാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാനിതിലേക്ക് കുറച്ചൊരു യെല്ലോ കളറ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ഡ്രോപ്പ് ലെമൺ യെല്ലോ ജെൽ കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇനി ബീറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലും ആഡ് ചെയ്തതിന് ശേഷം ഓവർ ബീറ്റ് ചെയ്യാതെ ഒന്ന് നന്നായിട്ട് കമ്പൈൻ ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റിയിട്ട് വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊരു 3 ബാച്ചായിട്ട് നമുക്ക് ഈ ഒരു എഗ് മിക്സിലേക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ബാച്ച് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് വാമായിട്ടുള്ള മിൽക്ക് എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഫ്ലോറിൻ്റെ കൂടെ തന്നെ ഫ്ലോർ മിക്സിൻ്റെ കൂടെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് പതുക്കെ കമ്പൈൻ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചും ഫ്ലോറും അതേപോലെ തന്നെ മിൽക്കും ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് മാറി മാറി ആഡ് ചെയ്തിട്ട് പതുക്കെ കമ്പൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ രീതിയിൽ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് വളരെ സ്ലോലി ഫോൾഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബേക്കിംഗ് പാനിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വുഡൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഈ രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് ഉള്ളതൊക്കെ ഒന്ന് പോയി നമുക്ക് കേക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പായിട്ട് കിട്ടും. ഈ രീതിയിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് അധികമുള്ള എയർ ബബിൾസ് കൂടി കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 40 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റ്സ് കൊണ്ട് തന്നെ എനിക്ക് കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവൻ്റെ ടെമ്പറേച്ചർ ഓവനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാം കേട്ടോ. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് വയറാക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഡിമോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ മറ്റോ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് കമിഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഒരു 3-4 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര കുറവായിരിക്കും കേട്ടോ. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്താലും ഇതിൽ ആവശ്യത്തിന് മധുരം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് മാംഗോ എമൽഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മാംഗോ എമൽഷൻ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല കേട്ടോ. കേക്കിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബോയിലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ സോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്കിനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വളരെ നന്നായിട്ട് തണുത്ത ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫിയോണ ക്രീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 1.5 കപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിനെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തണുത്ത ക്രീമാണ്, അതിന് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഇതൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാംഗോ എമൽഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫ് പീക്കായിട്ടുള്ള കൺസിസ്റ്റൻസി എത്തുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇത് ഫിയോണ ക്രീം ആയതുകൊണ്ട് ഇതിൽ കുറച്ച് മധുരം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചത് നന്നായിട്ട് അരിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്കായിട്ടുള്ള ഈ രീതിയിൽ നമ്മൾ സ്പാച്ചില കൊണ്ട് എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ക്രീമായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ തണുത്ത കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു 4 ഈക്വലായിട്ടുള്ള ലേയേഴ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ലേയേഴ്സ് ആയിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള തണുപ്പിച്ച മിൽക്ക് മിക്സിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിൽ നന്നാക്കിയിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള
ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഐസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്താലും മതി. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തത് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ചിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ക്രീമായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലെയർ വെച്ചിട്ട് വീണ്ടും സോക്ക് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ തന്നെ ക്രം കോട്ടിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡ്സിലും ക്രീം അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഗ്യാപ്പൊക്കെ ഫില്ലാവുന്ന രീതിയിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് കേക്കിനെ ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും കേക്കിന് ലെയേഴ്സ് വെക്കുന്ന സമയത്ത് ആ കറക്റ്റായിട്ട് തന്നെ വെച്ചാലാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സൈഡ്സിലൊക്കെ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ക്രം കോട്ടിങ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടാണ് ഞാൻ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേക്ക് ക്രം കോട്ടിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും പുറത്തെടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ OHP ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഈ രീതിയിലൊന്ന് ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗനാഷ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കേക്ക് ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഗനാഷ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ ഒരു ഏകദേശം 1 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഏകദേശം 1/2 കപ്പ് അല്ലെങ്കിൽ ഹാഫ് കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. പക്ഷേ ഞാനിത് ഗനാഷ് ലൂസ് ആയതുകൊണ്ട് വീണ്ടും ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 1/3 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കപ്പിന് 1/3 കപ്പ് ക്രീം ആഡ് ചെയ്തിട്ട് ഇതിനെ ഒരു 30 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ ഒന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മെൽട്ടായിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 30 സെക്കൻഡ്സ് കൂടി മൈക്രോവേവ് ചെയ്തിട്ട് നന്നാക്കിയിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗനാഷ് കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ഡോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോൾ യൂസ് ചെയ്യുന്നതിന് പകരം ഡോളിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡോള് എൻ്റെ ഫോട്ടോ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് സ്റ്റുഡിയോയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരും. അങ്ങനെ എടുത്തിട്ടുള്ള പ്രിൻ്റാണിത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 40 റുപ്പീസ് ആട്ടോ ആയത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള രീതിയിൽ ഗ്ലിറ്റർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഡോള് നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ഡോളിൻ്റെ മുകളിൽ ഡെക്കറേഷനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്രീം കൊണ്ട് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ള രീതിയിൽ നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് പോർഷൻ വരെ മാത്രമേ ഫ്രോക്കിൻ്റെ പോർഷൻ നമ്മൾ കേക്കിലാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുകൾ ഭാഗം പകുതി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു ഈ രീതിയിലുള്ള ടോപ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഡോളിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ടോപ്പേഴ്സും കിട്ടും, നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു വുഡൻ സ്റ്റിക്ക് ഒന്ന് ഈ രീതിയിലൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേപ്പ് വെച്ചിട്ട് ഈ രീതിയിൽ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ഡോളിൻ്റെ ടോപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. നമ്മൾ പുൾമിയപ്പ് കേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഷീറ്റാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ സൈഡ്സിലൊന്ന് ടേപ്പ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഗനാഷ് ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന ടോപ്പറിൻ്റെ ആ ഒരു ഫ്രോക്കിൻ്റെ സെയിം കളർ കിട്ടുന്ന രീതിയിലുള്ള കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒരു മെഷറിംഗ് കപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുള്ള കേക്കാണ്. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്ത കേക്കാണിത്.
ഇത് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ടോപ്പർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചത് ഉയർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഗനാഷൊക്കെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് താഴ്ത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് ഇൻസേർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് കേക്കിൽ ഈ രീതിയിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചതിന് ശേഷം നല്ല ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് അത് ലീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കേക്കിൽ ഒന്ന് കുറച്ച് അമർന്നിരിക്കുന്ന രീതിയിൽ വേണം ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഗനാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഗനാഷിൻ്റെ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗനാഷ് വളരെയധികം കട്ടിയിലുള്ള ഗനാഷ് ആവാനും പാടില്ല, അതേപോലെ തന്നെ നല്ല ലൂസ് ആവാനും പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലിറ്ററാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലിറ്റർ റോസ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറുള്ള ഗ്ലിറ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടിന്നിന് വരുന്നത് ഒരു 140 റുപ്പീസാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഗ്ലിറ്റർ സെലക്ട് ചെയ്യാമായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലിറ്റർ തീരെ കട്ടിയില്ലാത്ത അങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള ഗ്ലിറ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അത് ഈ ഒരു ഗനാഷിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ 2 ബോട്ടിലുണ്ടായിരുന്നു. ആ 2 ബോട്ടിലും ഞാൻ അതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അത്രയും വേണ്ടി വരുമല്ലോ വെച്ച് പിന്നെ എനിക്ക് തോന്നി ഒരു 1.5 ഇട്ടാൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗനാഷൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയായിരുന്നു. എന്നാലും കുറച്ചും കൂടി ഗനാഷ് കുറച്ച് കൂടി സമയം വെച്ച് തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി തിക്കായേനെ. കുറച്ചും കൂടി തിക്നെസ് ഉള്ള കുറച്ചും കൂടി ഗനാഷ് തിക്കാവാമായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി കേട്ടോ. ഇത് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പുള്ളി ചെയ്ത സമയത്ത് ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി അത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ ഞാൻ യൂസ് ചെയ്ത ഗ്ലിറ്റർ വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്ലിറ്റർ ഫുള്ള് പുറത്തേക്ക് ഇങ്ങനെ പാറിപ്പോയിട്ട് ആ ഒരു ഗനാഷിൽ നിന്ന് ആ ഗ്ലിറ്റർ മുഴുവൻ താഴെ എത്തിയിട്ടോ. അതാണ് എനിക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറെ ഒരു കളറുള്ള ഗ്ലിറ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്ലിറ്റർ ഇത് ചെയ്തതിന് ശേഷം ആ ഗനാഷിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തപ്പോൾ ഫുള്ള് എല്ലാ ഭാഗത്തും വെറുതെ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു ഡോളിൻ്റെ അടിഭാഗത്തേക്ക് വേറൊരു കളറിൽ വന്നത്. അപ്പോൾ സെയിം കളറുള്ള ഗ്ലിറ്റർ തന്നെയായിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്തത്. അത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോൾ കേക്ക് ഇതിനേക്കാളും നല്ല ഭംഗിയിൽ കിട്ടുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗ്ലിറ്റർ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു വെയിറ്റുള്ള ഗ്ലിറ്റർ ഇതിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഗനാഷ് ആണെങ്കിലും കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഗനാഷാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഗനാഷ് കുറച്ചധികം സമയം കഴിയുമ്പോൾ നന്നായിട്ട് തണുക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ കേക്കിൽ ഫുള്ള് കവർ ചെയ്യാത്ത പ്രശ്നവും വരും കേട്ടോ. അപ്പോൾ നമുക്കിനി കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, മാംഗോ ഫ്ലേവറിലുള്ള കേക്കാണ്. കാണാനും കേക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.